പ്രാവശ്യം കൂടെ അപ്പന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹാകാരുണ്യ കൃപ അങ്ങയുടെ ജനത്തിന്റെ മേൽ അവിടുന്ന് പകരുമാറാകണമേ. ഈ ആരാധനയിലുടനീളം തിരുസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ച കർത്താവിനെ ഉയർത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനുള്ള ഞങ്ങളുടെ ആത്മീക ഭൗതിക ജീവിതത്തിൽ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ, തിരുകൃപയിൽ നിലനിന്ന് മുൻപോട്ട് പോകുവാൻ സ്വർഗ്ഗം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അതേ പിതാവേ, ഈ ആഴ്ചയുടെ ഒന്നാമത്തെ ദിവസം ആദ്യ പിതാക്കന്മാർ അങ്ങേ ആത്മാവിന് സത്യത്തിലും ആരാധിച്ചതുപോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ അവിടുത്തെ മുൻപാകെ കൊണ്ടുവന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ, സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ, ആനന്ദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇതിന്റെ കാലം സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ എല്ലാ ജനത്തിന്റെ മേലുണ്ടെന്ന് പകരുമാറാകണമേ. വിദൂരങ്ങളിൽ നിന്ന് പകൽക്കാലം ആലയത്തിൽ ആരാധനയിൽ വധു സംബന്ധിക്കുന്നവരുണ്ട് കർത്താവേ. അവരെല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. അതിഥികളായി ആയിരിക്കുന്നവരുണ്ട്, അവരോടൊപ്പം തിരുസാന്നിധ്യം അവിടുന്ന് പകരുമാറാകണമേ. ആലയത്തിനകത്ത് വന്നത് ഒരുമിച്ച് കൂട്ടായ്മയും ആരാധനയും തികച്ച് എല്ലാ കുടുംബങ്ങൾക്കും ഒരുപോലെ വിടുതൽ നന്മയ്ക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവ മഹത്വം കണ്ട് ദൈവ പ്രഭ ഞങ്ങൾ അനുഭവിച്ച് കർത്താവിനെ ഉയർത്തുവാൻ അവിടുന്ന് സഹായിക്കണം. പരിശുദ്ധാത്മാവചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൂതുകൾ ആലോചനയാൽ അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. കർത്താവേ, തുറന്ന സ്വർഗത്തിന്റെ കീഴെ ഇരിക്കുന്ന അനുഭവത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ നിറഞ്ഞ അനുഭവത്തോടെ മടങ്ങി പോകുവാൻ അവിടുത്തെ ആത്മാവ് ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ കാക്കണമേ. മുഴുവകത്വവും മാനവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. വരവിനായി സ്വർഗം ഒരുക്കണമേ. പരിശുദ്ധനായ പൊന്നുനാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയവും കേൾക്കണമേ സ്വകീയ നല്ല പിതാവേ. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആത്മാവിൽ പാടി ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായി തയ്യാറാകാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
ഓർക്കുന്നു. ഏറിയ ദൈവകൃപ നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ ഇതുവരെ കരുതിയതിനായി നന്ദി. ഞങ്ങളെ ഇതുവരെ നിലനിർത്തിയതിനായി, ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്നല്ലോ അവിടുത്തെ മഹാകരുണയ്ക്കായി, സ്നേഹത്തിനായി, അവിടുത്തെ വിശ്വസ്തതയ്ക്കായി, എല്ലാ ദാനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് സ്തുതിക്കും. ഞങ്ങൾ ഒരുമിച്ച് വാഴ്ത്തുന്ന കർത്താവേ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, വി താങ്ക് യു ജീസസ്. നമുക്ക് എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം. ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി, ഇവിടുത്തെ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യും. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ് യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത് എന്ന പാട്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാണ്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പാട്ടുകാരൻ പറയുന്നു, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ ആലയത്തിനകത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആർക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാനാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ മനസ്സോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ഒരു വലിയ നിറവോടെ കർത്താവിനെ ഉയർത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാനായി നമുക്ക് തയ്യാറാകാം. പാട്ടുകാരൻ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ, അവനെങ്കിലേക്ക് ചാഞ്ഞ് കേട്ടല്ലോ. നാശകരമായ കുഴിക്കകത്ത് നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റുവാനിടയായി. നമ്മുടെ കാലുകളെ പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി നാവിൽ ഒരു പുതിയ പാട്ട് തന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനമാകുക. ഇന്ന് പകൽക്കാലം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആർക്കുവാൻ, ആരാധിപ്പാൻ സർവശക്തനായ കർത്താവ് നമ്മെ സഹായിക്കണം. വളരെ പ്രതീക്ഷയോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി തയ്യാറാകാം.
പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. സകല മഹത്വത്തിന് കാരണഭൂതൻ, സകല സ്തുതിക്കും യോഗ്യ, സകല ആരാധനയ്ക്കും യോഗ്യ, സകല പുകഴ്ചയ്ക്കും യോഗ്യൻ എന്ന് പകർത്താതെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുന്ന് എത്ര മഹാനായ ദൈവം, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചവർ, കാലിലെ വീഴ്ചയിൽ നിന്ന് കരുതിയവർ, പ്രാണമരണത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവത്തിന്റെ നഗരമീതം എല്ലാവരും ഒരു 40 നിമിഷം കൂടെ കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആരാധനയ്ക്കുള്ള സമയമാണ്. ദൈവത്തിന്റെ സ്തുതി കരേറ്റുക, ദൈവത്തിന്റെ സ്തോത്രം കരേറ്റുക, ദൈവത്തിന്റെ മഹത്വം കൊടുക്കുക, നടത്തിയ ദൈവത്തെ ആരാധിക്കുക, ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന്റെ പരിപാലനത്തെ ഓർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത്, ദൈവത്തിന്റെ കരുതലിനെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഒരുമിച്ച് സ്തുതിക്കുന്നു. ഈ രാവിലെ ഹൃദയമായി സമർപ്പണത്തോടെ അപ്പന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു പോകാം. സംഘത്തിലക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഇന്ന് പകൽക്കാലം നമ്മുടെ ആ ഹൃദയ കണ്ണൊന്ന് പ്രകാശിക്കട്ടെ. ഉയരത്തിലെ കർത്താവിനെ ഒന്ന് കാണാമോ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള, തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നവർ, നമ്മെ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നവർ, ജാതികൾ ലജ്ജിക്കത്തക്ക വിധത്തിൽ, ശത്രു ലജ്ജിക്കത്തക്ക വിധത്തിൽ, പിശാചിന്റെ മുൻപ് മേശയൊരുക്കി തന്റെ ഭക്തന്മാരെ കരുതുന്ന ദൈവത്തിന്റെ കരുതൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ കാണുന്നു. നാഥാ, അവിടുത്തെ പ്രവൃത്തിയെ ഇന്ന് പകൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അവിടുത്തെ ഞങ്ങളോടുള്ള സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥാ, ഹല്ലേലൂയ. നമ്മുടെ ആവശ്യഭാരങ്ങൾ എന്ത് തന്നെയായാലും ഹൃദയമായ ദൈവത്തിന്റെ മുൻപിലേക്ക് നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കൈവിടില്ല, അവിടുന്ന് ഉപേക്ഷിക്കില്ല, മാറോട് ചേർത്ത് പിടിക്കുന്നു നല്ല പ്രാർത്ഥന. പാട്ടുകാരൻ പറയുന്നു, എന്റെ പ്രിയ യേശുവേ രക്ഷക, അവിടുത്തെ കരം എന്റെ മേലൊന്ന് വയ്ക്കണം, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. കർത്താവേ, അവിടുത്തെ അഗ്നി എന്റെ മേൽ ഒന്ന് കത്തിക്കണമേ. 1-ാം നൂറ്റാണ്ട് തന്റെ ഭക്തന്മാരുടെ മേൽ ഇറങ്ങുന്നു. പിളർന്ന നാവുകൾ പോലെ അവർ കണ്ടെത്തിയ പരിശുദ്ധാത്മാവിന്റെ അധിവാസം ഇന്ന് പകലിൽ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ. അശുദ്ധി പൂർണ്ണമായ ജീവിതത്തിൽ നിന്ന് മാറുക, ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധമായ ശുഭ്രമായ നിർമ്മലകന്യകളായി പണിയപ്പെടുക. ഈ പകൽക്കാല ഹൃദയമായി നമ്മെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അടുക്കിലേക്ക് അടുത്തിയത് ഈ പാട്ടിന്റെ ചില ചരണങ്ങൾ കൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. യേശുവേ രക്ഷക, എൻ പ്രിയനേ യേശുവേ രക്ഷക, നിൻ കരവിൽ
ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ രണ്ട് കരങ്ങളെ ഈ സ്വർഗത്തിലേക്ക് ചേർന്ന് പാടി കർത്താവിന്റെ മഹത്വം കൊടുക്കാം. Yes. ചേർന്ന് പാടാം. ചേർന്ന് പാടാം. ഇന്ന് പകൽക്കാലം എന്റെ ചിന്തകൾ, എന്റെ നോട്ടം, എന്റെ ഭാവം, എന്റെ സംസാരം, എന്റെ ഇടപാടുകളല്ല അവിടത്തേക്ക് ഹിതമായി തീരുക. എന്റെ ജീവിതത്തിൽ